ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ഇവരുടെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹമാണ് പല കഥകളും പുറത്തുവിടാറ്. ഇദ്ദേഹത്തിന് സിനിമയിൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതുമാത്രവുമല്ല, ഇദ്ദേഹം സിനിമാ മംഗളത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അന്ന് ഒരുപാട് നടിമാരെ പറ്റിയും നടന്മാരെ പറ്റിയൊക്കെ ഇദ്ദേഹം എഴുതാറുണ്ട്. അപ്പോൾ ദിലീപിനെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പുകളും കഥകളും ഇദ്ദേഹം നിരന്തരമായി എഴുതി വിടാറുണ്ട്. ദിലീപിനെ പറ്റിയും കാവ്യമാധവനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ ഇദ്ദേഹമാണ് ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴിദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ കാവ്യമാധവനെ അടിച്ച ഒരു കഥയാണ്. അതൊരു സിനിമാ സെറ്റിൽ വെച്ച് നടന്ന കഥയായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്ന സിനിമാ സെറ്റാണെങ്കിൽ അക്ബർ ജോസ് എന്ന് പറയുന്ന സംവിധായകർ, ദിലീപിൻ്റെ അടുത്ത ചങ്ങാതിമാരാണ്, അവർ സംവിധാനം ചെയ്ത വെള്ളരിപ്രാവിൻ്റെ ചെങ്ങാതി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലാണെന്നാണ് തോന്നുന്നത്. അന്നത്തെ ആ ഒരു പാട്ട് സീന് വിവാദമായിരുന്നു. പാട്ട് സീനിൽ ആവശ്യമില്ലാതെ ഇവർ രണ്ടുപേരും ഇഴകിച്ചേർന്ന് അഭിനയിച്ചത് അന്ന് എല്ലാവരും നോട്ട് ചെയ്ത ഒരു സംഭവം തന്നെയാണ്. കാവ്യമാധവൻ ദിലീപിനെയും കൊണ്ടേ പോകുള്ളൂ എന്ന് അന്ന് ഈ സിനിമ സെറ്റിലുള്ള എല്ലാവരും, അതുപോലെ ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്, ദിലീപും കാവ്യമാധവനും ഇതിൻ്റെ അകത്ത് പൊളിച്ചു, അടിപൊളി അഭിനയമായിരുന്നു, അഭിനയമാണെന്ന് തോന്നത്തേയില്ല, അത്രത്തോളം ഒറിജിനാലിറ്റി ആയിരുന്നു എന്നൊക്കെ. ഇത് മഞ്ജു വാര്യരുടെ ചെവിയിലും എത്തിയിരുന്നു. കാരണം വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ. അതായത് മഞ്ജുവിന് മനസ്സിലായി ദിലീപ് കൈവിട്ട് പോവുകയാണ്, ഇനി അദ്ദേഹം തിരിച്ചു വരില്ല, ഇനി കാവ്യമാധവൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ ദിലീപിന് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടോ എന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. ഏതായാലും പല്ലിശ്ശേരിക്ക് ഈ ഒരു വാർത്ത അന്നേ അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മഞ്ജു വാര്യർ സെറ്റിലേക്ക് വരുന്നു, ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ദിലീപ് പറയുകയാണ്, ഇത് സിനിമയല്ലേ മഞ്ജു, എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴേ കാവ്യമാധവൻ്റെ ചെകിടക്കെട്ട് ഒന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. പല്ലിശ്ശേരിയോടും ഇത് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു VIP താരം പറഞ്ഞാണെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. അപ്പോൾ പല്ലിശ്ശേരിക്കും ഇത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല, ആരോ പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും പറയാനുള്ള കാരണം എന്താണെന്ന് പല്ലിശ്ശേരിയോട് ചോദിച്ചപ്പോഴേ ആ നടൻ ഇപ്പോഴും ഒന്നും കൂടി വിളിച്ച് ഓർമ്മിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും പല്ലിശ്ശേരി പറയുന്ന പല കാര്യങ്ങളോടും ദിലീപ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ദിലീപ് ഒരു തരത്തിലും പല്ലിശ്ശേരിക്കെതിരെ അദ്ദേഹം എന്തിനാണ് എന്നെപ്പറ്റി ഇങ്ങനെ മോശം പറയുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊന്നും ശരിയല്ല എന്നൊന്നും ദിലീപ് എവിടെയും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പല്ലിശ്ശേരി പറയുന്നത് അങ്ങ് മൊത്തത്തിലങ്ങ് നുണയാണെന്ന് പറയാൻ നമുക്കും കഴിയില്ല എന്നുള്ളതാണ്.